വന്ന് ജീപ്പിൽ കയറ്. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ജീപ്പേ കയറണം? സജാദേ പിടിച്ചേർക്കടോ. സർ ഒരു ഇമ്പോർട്ടന്റ് PSC എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എത്തിയാ പോരെ? വണ്ടി എടുക്കണോ? പ്ലീസ്, ഒരു സരസ്വതി പൂജ. ഇത് ഗണപതിയുടെ അമ്പലാ. ഓ സോറി. ഈ പരീക്ഷയിൽ ജയിക്കാൻ ഇവിടെ ഏത് പൂജയെന്ന് വെച്ചാ? പരീക്ഷയ്ക്ക് ജയിക്കാനൊക്കെ പരീക്ഷയിൽ ജയിക്കാനേ നന്നായി പഠിച്ചാൽ മതി. ഇപ്പൊ വന്ന സ്ഥിതിക്ക് ഒരു വിഘ്നേശ്വര പൂജ ചെയ്തോ, വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ശരി. പേരും നാളും പറഞ്ഞോളൂ. കോൺഫിഡന്റ് അല്ലേ? എന്താ സംശയം? ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിരുന്നു എനിക്ക്. IT ഡിപ്പാർട്ട്മെന്റ് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടുക എന്നത് പൂ പറിക്കുന്നത് പോലെ സിമ്പിൾ അല്ലേ? ഈശ്വര, സിമ്പിൾ ആക്കി തരണേ. പിന്നല്ല, പ്രാർത്ഥിച്ചിട്ടുണ്ട്, വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വിഘ്നേശ്വര കാക്കണം. ബഹളമൊന്നും വേണ്ട. ഹരി വേഗം വന്ന് വണ്ടി കയറും. ഞാനെന്തിനാ വണ്ടി കയറണം? അതൊക്കെ പറയാം ഹരി, വന്ന് ജീപ്പിൽ കയറ്. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ജീപ്പേ കയറണം? സജാദേ പിടിച്ചേർക്കടോ. സർ ഒരു ഇമ്പോർട്ടന്റ് PSC എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എത്തിയാ പോരെ? വണ്ടി എടുക്കണോ? പ്ലീസ്. വധക്കേസ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായി പറഞ്ഞാൽ 2 തവണ പോലീസ് പ്രതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം സാഹചര്യ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇന്ന് രാവിലെയോടെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്നും ജിപ്സം പൗഡർ കണ്ടെടുത്ത ഇൻസ്പെക്ടർ ദിനേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യാനായി പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം വളരെ കോൺഫിഡൻസിലാണ്. വീണ്ടും നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഹലോ സാർ, എവിടെ എത്തി? സാർ ഒരു 5 മിനിറ്റ് സാർ, ഇപ്പം എത്തും. എല്ലാം നന്നായി ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കമ്മീഷണർ ഉണ്ട് ഇവിടെ. സാർ ഒന്നും പേടിക്കണ്ട. കമ്മീഷണർ അല്ല, സുപ്രീം കോടതിയിലെ മുഴുവൻ വക്കീലന്മാരും ഒരുമിച്ച് നിന്ന് വാദിച്ചാൽ പോലെ ഒരു ഇഞ്ച് കുലുങ്ങാത്ത ആളെയല്ലേ നമ്മുടെ ചിത്രമാനം സാർ സാക്ഷിയാക്കി തന്നേക്കുന്നത്. ഒന്നും പേടിക്കണ്ട. വേഗം വാ. ഓക്കെ സാർ.